നമസ്കാരം. മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദ കോലാഹലങ്ങളാണ് ഇപ്പോൾ കേരളമെമ്പാടും ചർച്ച ചെയ്യുന്നത്. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് CMRL എന്ന കമ്പനിയിൽ നിന്നും ഒരു തരത്തിലുള്ള സേവനവും നൽകാതെ സേവനരഹിത സേവനത്തിന് ഏതാണ്ട് 1,72,00,000 രൂപയാണ് മാസപ്പടിയായി കൈപ്പറ്റിയത് എന്നുള്ള ഒരു വിവാദമാണ് ഉണ്ടായിരിക്കുന്നത്. ഇതേതെങ്കിലും രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തിയ വിവാദമല്ല, മറിച്ച് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് ഇത്തരത്തിൽ ഒരു സെറ്റിൽമെൻറ്റ് റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. CMRL തന്നെയാണ് ഇത്തരം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഈ റിപ്പോർട്ടിനൊപ്പം ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത കൂടി CMRL നിന്നും പുറത്തു വരികയുണ്ടായി. അതായത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മണ്ഡലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടുമിക്ക ആളുകളും കരിമണൽ ഖനന കമ്പനിയായ CMRL നിന്നും ചെറുതും വലുതുമായ ലക്ഷക്കണക്കിന് രൂപയുടെ തുക കൈക്കൂലിയായി പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു ഡയറി കുറിപ്പിൻ്റെ ഏതാനും പേജുകൾ പുറത്തുവിട്ടുകൊണ്ട് CMRL നിന്നും അങ്ങനെ ഒരു വലിയ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. അതിൽ രാഷ്ട്രീയ കക്ഷിഭേദമന്യേ എല്ലാ ആളുകളും പണം കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള പേരുകളുണ്ടായിരുന്നു. പല ആളുകളുടെയും പേരുകൾ ചുരുക്കെഴുത്തിലാണ് എഴുതിയിരുന്നത്. അതായത് OC എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടി, RC രമേശ് ചെന്നിത്തല, KK കുഞ്ഞാലിക്കുട്ടി, PV പിണറായി വിജയൻ, PV എന്ന് കൂടാതെ പിണറായി വിജയൻ എന്ന് തന്നെ നീട്ടിവലിച്ച് എഴുതിയിട്ടുമുണ്ട്. അതുപോലെ മറ്റ് സാമൂഹ്യ പ്രവർത്തകർ, മത ആചാര്യന്മാർ, മാധ്യമപ്രവർത്തകർ തുടങ്ങിയ ആളുകളുടെ എല്ലാവരുടെയും പേരുകൾ ഇതുപോലെ കാണാൻ കഴിയും. അതായത് തൻ്റെ കരിമണൽ ഖനന വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് കരിമണൽ CMRLൻ്റെ ഉടമയായ ശശിധരൻ കർത്ത സമൂഹത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ മത മേലധ്യക്ഷന്മാർക്ക് എല്ലാവർക്കും, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും കൈക്കൂലി കൊടുത്ത് കോഴ കൊടുത്താണ് തൻ്റെ വ്യവസായം അഭിവൃദ്ധിപ്പെടുത്തുവാൻ വേണ്ടി, മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പണം മുടക്കിയിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അച്ഛൻ മുഖ്യമന്ത്രിയായതിനാൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ തുടങ്ങിയ എക്സാലോജിക് എന്ന ഒരു കടലാസ് കമ്പനി, ആ കടലാസ് കമ്പനി അതിൻ്റെ പ്രവർത്തന സേവന ലക്ഷ്യങ്ങളായി പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എന്നാണ്. എന്നാൽ കരിമണൽ ഖനന കമ്പനിയായ CMRL ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള സോഫ്റ്റ്വെയർ ആണ് ആവശ്യം, എന്ത് തരത്തിലുള്ള സേവനമാണ് വീണ വിജയൻ്റെ എക്സാലോജിക്ക് CMRL നൽകിയത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ല. ഇത് CMRLും പറഞ്ഞിട്ടുണ്ട്, യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെയാണ് വീണ വിജയന് മാസപ്പടി നൽകിയിട്ടുള്ളത് എന്ന്. എന്നാൽ മാസപ്പടി നൽകിയതിലും വിചിത്രമായ ചില രീതികളുണ്ട്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിച്ച അന്വേഷണത്തിലാണ് ഇത് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഏക ഉടമയായ എക്സാലോജിക് എന്ന കമ്പനിയുടെ ഏക ഉടമയായ വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് മാസം പ്രതി 3 ലക്ഷം രൂപയും കമ്പനി അക്കൗണ്ടിൽ 3 ലക്ഷം രൂപയും കമ്പനി ഉടമയായ വീണ വിജയൻ്റെ അക്കൗണ്ടിലേക്ക് 5 ലക്ഷം രൂപയും അവർ കൊടുത്തിട്ടുണ്ട്. അതായത് CMRL കൊടുത്തിട്ടുണ്ട്. ഇത് എന്ത് തരത്തിലുള്ള ഇടപാടാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കമ്പനി ഇടപാടിലാണ് കമ്പനി മറ്റൊരു കമ്പനിക്ക് നൽകിയ സേവനത്തിന് വേണ്ടി വേതനം പറ്റി എന്ന് പറയുമ്പോൾ അത് കമ്പനിയുടെ അക്കൗണ്ടിലാണ് കൊടുക്കുക. കമ്പനിയുടെ ഉടമയുടെ അക്കൗണ്ടിലേക്ക് കൊടുക്കുന്ന എന്ത് തരത്തിലുള്ള ഇടപാടാണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഇത് കൃത്യമായി തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പണത്തിൻ്റെ നിർവചനം വരുന്നത് അച്ഛൻ മുഖ്യമന്ത്രി ആയതിനാൽ മകൾക്ക് CMRL എന്ന കമ്പനി നടത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി CMRL കമ്പനിയുടെ ഉടമ കൃത്യമായി മാസപ്പടി നൽകിയിരിക്കുന്നു, കൈക്കൂലി നൽകിയിരിക്കുന്നു എന്ന് തന്നെയാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയത്. ഇതിൽ EDയുടെ അന്വേഷണം വരികയും ED അന്വേഷിച്ചപ്പോൾ അല്ലെങ്കിൽ EDയുടെ റെയ്ഡ് വരികയും ആ റെയ്ഡിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി CPMകാർ ഒന്നടങ്കം പൊരുവേലത്ത് കുത്തിയിരുന്ന് EDയെ പ്രതിരോധിക്കുന്നതും, പിന്നീട് ED ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ അവരെ കൂട്ടമായി സംഘം ചേർന്ന് ആക്രമിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതും അവർ സഞ്ചരിച്ച കാർ തല്ലിപ്പൊളിച്ചതുമെല്ലാം നാം കണ്ടറിഞ്ഞു. എന്നാൽ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ്റെ മകൾ മാത്രമാണ് ഇതുപോലെ വിവാദങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്നത് എങ്കിൽ ഇപ്പോൾ മകൻ കൂടി വിവാദത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ വിവാദങ്ങളിൽ ഒന്നും തന്നെ ഇതുവരെയും അകപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പൊതുവെയുള്ള ഒരു ധാരണ. ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രം സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ വന്നിരുന്നു എന്നല്ലാതെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് വിവേക് കിരൺ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന മാസപ്പടി വിവാദത്തിനൊപ്പം തന്നെ മകൻ്റെ പേര് കൂടി പരാമർശിക്കുന്നു യൂത്ത് കോൺഗ്രസ്സുകാരും BJPക്കാരും. അതായത് വിവേക് കിരണിന് എതിരെ നേരത്തെ ലൈഫ്
മിഷൻ കേസിൽ ED നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ വിവേക് കിരണിനും ഇത്തരം ഇടപാടിൽ കൃത്യമായ പങ്കുണ്ട്. മുഖ്യമന്ത്രിയുടെ മകനായ വിവേക് കിരൺ ദുബായിലാണ്, അബുദാബി ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ മുഖ്യമന്ത്രി ഇവിടെ നിന്ന് സ്വരുക്കൂട്ടുന്ന കോഴപ്പണമെല്ലാം അവിടെ കൊണ്ടുപോയി നിക്ഷേപിക്കുന്നു എന്നാണ് യൂത്ത് കോൺഗ്രസ്സുകാരും BJPക്കാരും ഇപ്പോൾ ആക്ഷേപമായി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, കേരളത്തിൽ AI ക്യാമറ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു. ആ വലിയ വിവാദങ്ങളുടെ പിറകിൽ നടന്ന സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിന് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഉയർന്നു കേട്ടിരുന്നത്. മുഖ്യമന്ത്രിയുടെ മകനായ വിവേക് കിരണിന്റെ ഭാര്യയുടെ അച്ഛനും പ്രസാഡിയോ എന്ന ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട് ഇത്തരം ചില കാര്യങ്ങളിൽ ചില തിരിമറികൾ നടന്നിട്ടുണ്ട്, സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളെല്ലാം നേരത്തെ പുറത്തു വന്നിരുന്നതാണ്. ഇതുപോലെ തന്നെയാണ് വിവേക് കിരൺ ഇംഗ്ലണ്ടിലെ ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുമ്പോൾ 20 ലക്ഷം രൂപയാണ് അവിടെ കൊടുക്കേണ്ടിയിരുന്നത്. ഈ 20 ലക്ഷം രൂപ എങ്ങനെ എവിടെ നിന്ന് കൊടുത്തു എന്നുള്ളതിന് ഇതുവരെയും കൃത്യമായ ഉത്തരം കണ്ടെത്തിയിട്ടില്ല. 2005 മുതൽ 2011 വരെയുള്ള കാലയളവിലാണ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഇതിന്റെ വിവാദങ്ങളെല്ലാം കൊടുമ്പിരിക്കൊണ്ടത്. അന്ന് CPM വിമത മാസി എന്നറിയപ്പെടുന്ന ജനശക്തിയിൽ ശക്തിധരൻ ഇത് കൃത്യമായി, ജനയുഗത്തിൽ ഇത് കൃത്യമായി തന്നെ ശക്തിധരൻ എന്ന മാധ്യമപ്രവർത്തകൻ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ വിവാദം ഉയർത്തിക്കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു. ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ പിണറായി വിജയൻ മകൻ പഠിച്ചിറങ്ങുമ്പോൾ ഏതാണ്ട് 5 കോടിയിലധികം രൂപ അതിന് കൃത്യമായി തന്നെ വന്നു കാണും, ചിലവ് വന്നു കാണും, അവിടുത്തെ താമസവും ഭക്ഷണവും എല്ലാം കൂടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇല്ലെങ്കിൽ പോലും എന്തായാലും നല്ലൊരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് ഇതുവരെയും പിണറായി വിജയൻ പുറത്തു പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് മകളുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് ED വീണ വിജയൻ താമസിക്കുന്ന പിണറായി വിജയന്റെ വാടക വീട്ടിൽ 8.5 മണിക്കൂർ നേരം നീണ്ട റെയ്ഡ് നടത്തുകയും മകളുടെ ബാങ്ക് പാസ്ബുക്ക് അടക്കം പിടിച്ചുകൊണ്ടുപോവുകയും ബാങ്ക് അക്കൗണ്ട് മരവിപ്പിക്കുകയും അവരുടെ ഫോൺ കൊണ്ടുപോവുകയും എല്ലാം ചെയ്ത ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യത്തിൽ മുൻപ് ED വിവേക് കിരണിന് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറമെ എടുത്തു പറയുന്ന വിവരം. അതുകൊണ്ട് ദുബായ് ബാങ്കിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന വിവേക് കിരൺ വഴിയാണ് പിണറായി വിജയനും മകളും ഇവിടെ നിന്ന് സ്വരുക്കൂട്ടുന്ന പണമെല്ലാം നിക്ഷേപിച്ചിരുന്നത്. പിണറായി വിജയൻ ഏത് വിദേശ രാജ്യത്ത് സന്ദർശനം നടത്തിയാലും മകന്റെ ദുബായ് വഴി കേന്ദ്രീകരിച്ചിട്ടാണ് ഒന്നുകിൽ പോകുമ്പോൾ യാത്ര അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ അവിടെ ഇറങ്ങുക പതിവാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ആക്ഷേപകരങ്ങളായി ഉയർന്നു വരുന്നത്. എന്തായാലും മുൻ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് മാത്രമല്ല മകനിലേക്കും അന്വേഷണം നീണ്ടു ചെല്ലുന്നു എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുന്നത്. എന്നാൽ വിവേക് കിരൺ ഇതുവരെയും എനിക്ക് മാനക്കേടുണ്ടാക്കുന്ന തരത്തിലൊന്നും പെരുമാറിയിട്ടില്ല എന്നാണ് മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ചില വാദഗതികൾ. അദ്ദേഹം ഒരിക്കലൊരു മാധ്യമത്തിന് നൽകുകയുണ്ടായി, നിങ്ങൾ പഴയ ചില മുഖ്യമന്ത്രിമാരുടെ മക്കളെയെല്ലാം കണ്ടു കാണുമല്ലോ, അധികാരത്തിന്റെ ഇടനാഴികളിൽ അവരിൽ പലരുടെയും ഇടപെടലുകൾ കണ്ടിട്ടുണ്ട്. എന്നാൽ 10 വർഷക്കാലം മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകന്റെ ഇടപെടലുകൾ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ പൊതുജീവിതത്തിലോ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനാകുമോ എന്ന് തന്നെയാണ് പിണറായി വിജയൻ ചോദിച്ചത്. എൻ്റെ മകൻ എൻ്റെ യാതൊരു കാര്യങ്ങളിലും ഇടപെടാറില്ല, എനിക്ക് മാനക്കേടുണ്ടാക്കുന്ന തരത്തിൽ ഒരു തരത്തിലുള്ള പ്രവൃത്തിയും ചെയ്തിട്ടില്ല, അതുകൊണ്ട് എൻ്റെ 2 മക്കളെക്കുറിച്ചും എനിക്ക് അഭിമാനമാണ് ഉള്ളത് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുകയുണ്ടായി. അതെന്ത് തന്നെയായാലും ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റിയിൽ വിവേക് കിരൺ പഠിച്ചത് ഉൾപ്പെടെ ഇപ്പോൾ ED നേരത്തെ വിവേക് കിരണിന് നോട്ടീസ് അയച്ചതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ കുത്തിപ്പൊക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസ്സുകാരും BJP പ്രവർത്തകരും വന്നിരിക്കുന്നു. മകൻ ജോലി ചെയ്യുന്ന വിദേശത്തുള്ള ബാങ്കിലാണ് പിണറായി വിജയന്റെ മകൾ വീണ വിജയനും സ്വരുക്കൂട്ടിയ ഈ അഴിമതി പണമെല്ലാം നിക്ഷേപിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പൊതുവെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങൾ. ഇതേ ചൊല്ലിയും അന്വേഷണം ആവശ്യമാണ്. അതുപോലെ AI ക്യാമറ സ്ഥാപിച്ചതിലുമെല്ലാം വിവേക് കിരണിന്റെ പങ്കുണ്ടായിരുന്നു. വിവേക് കിരണിന്റെ ഭാര്യാപിതാവിനുമെല്ലാം ഇതിന്റെ കൃത്യമായ കോഴ കൈപ്പറ്റിയിട്ടുണ്ട് എന്നുള്ള വിവാദങ്ങൾ വരുമ്പോൾ തീർച്ചയായും വിവേക് കിരണിലേക്ക് കൂടി അന്വേഷണം നീണ്ടു ചെല്ലും എന്നുള്ള തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പരക്കുന്നത്. എന്തായിരിക്കും ഇതിൽ ഇനി സംഭവിക്കാൻ പോവുക എന്നുള്ളത് കണ്ടറിയേണ്ടത് തന്നെയാണ്. വെറും കിംവദന്തികൾ മാത്രമല്ല, കാര്യമായ ചില വസ്തുതകൾ ഈ വിഷയത്തിലുണ്ട് എന്ന് പറയപ്പെടുമ്പോൾ ഇനി വിവേക് കിരണിനെതിരെയും അന്വേഷണം നടക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.